സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള എനർജി എന്തായിരിക്കും, എന്ത് എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. രണ്ടാമത്തേതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നമുക്ക് എന്തിൽ ഫോക്കസ് ചെയ്യാം, എന്ത് ഔട്ട്കം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് പറയുന്നൊരു കാർഡുമാണ്. അപ്പോൾ നമുക്ക് എന്ത് എനർജിയാണെന്ന് നമ്മളിലേക്ക് വരുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നതാണ് കുറച്ച് മുൻകാലങ്ങളിലെ വറീസും കാര്യങ്ങളായിട്ട് പലരും കുത്തിപ്പറിക്കാൻ നോക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് ആങ്സൈറ്റിയുടെയും വറിയുടെയും കാർഡാണ്. അപ്പോൾ ഇന്ന് നോർമലി നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് വറി ചെയ്യാൻ സാധ്യതയുണ്ട്, ടെൻഷൻ ആവാൻ സാധ്യതയുണ്ട്, പേടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇന്നത്തെ ദിവസം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല, അത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇതാണെന്ന് കൂട്ടിയാൽ മതി. എന്ത് ഗൈഡൻസ് ആണെന്ന് തന്നെ വെച്ചപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വറി എന്ന് പറയുന്നത് പലപ്പോഴും മണീനെ കുറിച്ചിട്ടായിരിക്കാം എന്നാണ് പറയുന്നത്. മണി അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷനിൽ പറയും, നമുക്കൊരു കാര്യം കിട്ടിയതുപോലെ സങ്കല്പിച്ച് പ്രവർത്തിക്കുമെന്ന് പറയും. അപ്പോൾ അതായത് താങ്കൾ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നത് കിട്ടിയ പോലെ സങ്കല്പിച്ച് ബിഹേവ് ചെയ്യാനാണ് പറയുന്നത്. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മൾ റിയലായിട്ട് ഇതാക്കുന്നവരെ അത് നമ്മൾ ഫേക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നമുക്കത് എന്തെങ്കിലും ഇപ്പോൾ ആരോഗ്യമില്ലേ, ആരോഗ്യമുള്ള പോലെ മനസ്സിൽ ഇതാക്കുക. ഇനി ഫിനാൻഷ്യൽ ഇതുണ്ടോ, അത് കഴിഞ്ഞ പോലെ. അതായത് എന്ത് സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക വൺസ് യു അച്ചീവ് ദ ഗോൾ എന്നുള്ളതാണ്. എന്തിനാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് നമ്മുടെ ഉള്ളിനുള്ളിൽ രണ്ട് വ്യക്തിയുണ്ട്. ഒരു സ്നേഹിക്കുന്ന ഒരു മൈൽഡ് ആയിട്ടുള്ള വ്യക്തിയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയും. ഈ കാർഡ് നമ്മളോട് പറയുന്നത് ഇന്ന് നമ്മൾ പുറത്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സൗമ്യമായിട്ടുള്ള ഭാവമാണെന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ സെൽഫ് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടെ സോഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സൈഡല്ല, സോഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന സ്വാധീന ശക്തി എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ മെസ്സേജ് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് എന്താ പറയുക, വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.